ഹായ് ഓൾ, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. എന്താണെന്നറിയില്ല, 2025 ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അത് ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആകുന്നവർക്കും ഫേസ്ബുക്കിൽ ഇപ്പോൾ കണ്ടിന്യൂ ഇപ്പം വർക്ക് ചെയ്യുന്നവർക്കൊക്കെ റീൽസും വീഡിയോസും ഫോട്ടോസൊക്കെ ഇടുന്നവർക്ക് എല്ലാവർക്കും നല്ലൊരു രീതിയിൽ നല്ലൊരു ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ എല്ലാം പെട്ടെന്ന് എളുപ്പമാവുന്ന രീതിയിൽ ഫേസ്ബുക്കിൻ്റെ സെറ്റിങ്സിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മുമ്പൊക്കെ ഒരുപാട് പല കാര്യങ്ങൾക്കും പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വന്നിട്ടുണ്ടായി. ഇപ്പം ഏകദേശം ഒന്ന് ലെവലാക്കി വരുന്നുണ്ട്. യൂട്യൂബ് പോലെയല്ല യൂട്യൂബ് നല്ലൊരു സെറ്റിങ്സ് ഉണ്ട്. എല്ലാം നമുക്ക് എവിടെ പോയിട്ട് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു സെറ്റിങ്സോട് കൂടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. പക്ഷെ ഫേസ്ബുക്ക് അങ്ങനെയല്ല. പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും പല രീതിയിൽ നമുക്ക് നോക്കാനും പിടിക്കാനൊക്കെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിന്റെ പലയിടങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നുണ്ടായിരുന്നു. ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനും ഏതൊക്കെ രീതിയിൽ എങ്ങനെ ഗ്രോത്ത് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാം എളുപ്പത്തിലാക്കിയിട്ട് നല്ലൊരു രീതിയിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ നോക്കിക്കോ. നമ്മളിപ്പോൾ ഈ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പേജാണെന്നുണ്ട്. ഞാനിപ്പോൾ പ്രൊഫൈലേക്ക് മാറ്റാം. പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഈ അറ്റത്തുള്ള 3 ലൈനിൽ ക്ലിക്ക് ചെയ്യാം. 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും സപ്പോർട്ട് എന്നുള്ള ഒരു ബോക്സ് കാണാൻ പറ്റും. ഈ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യാം. സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് എൻഹാൻസ്ഡ് സപ്പോർട്ട് മെറ്റ വെരിഫൈഡ് സ്റ്റാൻഡേർഡ് മെറ്റയുടെ സപ്പോർട്ട് ഗെറ്റ് ഹെൽപ്പ് എന്നിട്ട് അതിൻ്റെ അടിയിൽ കണക്ട് വിത്ത് സപ്പോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ കാര്യങ്ങളിലെയും നമുക്ക് ചെയ്യാനും പിടിക്കാനും അതുപോലെ തന്നെ ഇഷ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ കാണുന്നുണ്ട്. മെറ്റ വെരിഫൈഡ് സബ്സ്ക്രിപ്ഷൻ, ആദ്യം തന്നെ ഫേസ്ബുക്കിൻ്റെ മെറ്റ വെരിഫൈഡ് സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അത് ക്യാൻസൽ ആക്കണം. ഇതാ നോക്കിയോ, ക്യാൻസൽ മെറ്റ വെരിഫൈഡ് സബ്സ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ ചേഞ്ച് പ്രൊഫൈൽ നെയിം, ചേഞ്ച് പ്രൊഫൈൽ ഓഫ് അവർ ഫോട്ടോ, ഇനി മാനേജിങ് യുവർ സബ്സ്ക്രിപ്ഷൻ, മെറ്റ വെരിഫൈഡ് ബാഡ്ജ് നോട്ട് ഷോയിങ് സംതിങ് എൽസ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മെറ്റ വെരിഫൈഡുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു കോളത്തിൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട് ആക്സസ് നെക്സ്റ്റ്. അപ്പോൾ അതുമായിട്ട് ഹാക്ക്ഡ് അസറ്റ്, അതുമായിട്ട് മുകളിൽ ഡിസേബിൾഡ് ഓർ റെസ്ട്രിക്റ്റഡ് അസറ്റ്, സംതിങ് എൽസ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ. അപ്പം നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിൻ്റെ അടിയിൽ കണ്ടന്റ് ആൻഡ് ഓഡിയൻസ് ടൂൾ, ഇതൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം മൊത്തത്തിൽ ഒരുമിച്ച് ഒരു പോയിന്റിൽ തന്നെ ആക്കിയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യം. മുമ്പൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം കനോട്ട് ആക്സസ് മെറ്റ ബിസിനസ് സ്യൂട്ട്. അപ്പം ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവമാണ്. ഈ മെറ്റ ബിസിനസ് സ്യൂട്ട് പേജൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, കണ്ടന്റ് ടാഗ് ഡൗൺ, create manage audience, create or edit or publish content, follow or unfollow page or profile, how to boost post. അപ്പോൾ ഇതുപോലെ ഇൻവൈറ്റ് പീപ്പിൾ ടു ലൈക്ക് യുവർ ഫോളോ, ഇതൊക്കെ നമുക്ക് ഒറ്റ ഏരിയയിൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തിൽ നമുക്ക് പോയി നോക്കി നോക്കാം. ഇതാ സേഫ്റ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫേസ്ബുക്കിൻ്റെ സേഫ്റ്റി. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഫോളോവേഴ്സ് കുറഞ്ഞവരെയും ഹാക്ക് ചെയ്തിട്ട് പല ഉടായ്പും കളിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അക്കൗണ്ട് നല്ല രീതിയിൽ സേഫ്റ്റി ആക്കിയിട്ട് വെക്കുക. മെറ്റ വെരിഫൈഡ് നിങ്ങൾക്ക് അത്യാവശ്യം ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ മെറ്റ വെരിഫൈഡ് ആയിട്ടുള്ള ബ്ലൂടിക്ക് വാങ്ങണം. ആ ബ്ലൂടിക്ക് നിങ്ങൾ പെർ മന്ത് 630 ആണ്, 639 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലോ പേജോ നല്ല രീതിയിൽ മെറ്റയുടെ അണ്ടറിൽ തന്നെ നല്ല കൺട്രോളിലുണ്ടാവും. അത് നമ്മുടെ ID-യും ആധാറിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നല്ല രീതിയിൽ ലോക്കാക്കിയിട്ട് തന്നെ ഫേസ്ബുക്കിൻ്റെ അണ്ടറിലുണ്ടാവും. അപ്പോൾ അത് പെട്ടെന്ന് ഹാക്ക് ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് ഈ സേഫ്റ്റിയിൽ കാണാൻ പറ്റും ഇതുപോലുള്ള 3 ഓപ്ഷൻ. ടെൽ അസ് അബൌട്ട് യുവർ ഇഷ്യൂ, നമ്മുടെ ഇഷ്യൂസ് ഒക്കെ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 3 പോയിന്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇഷ്യൂസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, നമ്മുടെ അക്കൗണ്ടിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മോണിറ്റൈസ് യുവർ പ്രൊഫൈൽ, അതിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. റിക്വസ്റ്റ് ആക്സസ് ടു പേജ്, റെസ്ട്രിക്റ്റഡ് ഓർ ഡിമോണിറ്റൈസ്ഡ് കണ്ടന്റ്. നമുക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ആൾക്കാർക്കും റെസ്ട്രിക്റ്റഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഷ്യൂ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാനും പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല ഏരിയയിലേക്ക് പോകേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് നോക്കി നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
സ്റ്റാറ്റിക് വീഡിയോസ്, സ്റ്റാറ്റിക് ഇമേജ് പ്രൊഫൈല്, സ്ലൈഡ് ഷോ ഇമേജ്, സ്ലൈഡ് ഷോ ഓഫ് ഇമേജ്, ലൂപ്പിംഗ് വീഡിയോസ്, ടെക്സ്റ്റ് മൊണ്ടേജ്, എംബെഡ് ആഡ്സ്, ഇതുപോലുള്ള സംഭവങ്ങളൊന്നും മോണിറ്റൈസേഷൻ ഗണത്തിൽ പെടൂല. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമുക്ക് മോണിറ്റൈസ് കിട്ടൂല. ഇതെല്ലാം നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. വെറുതെ നമ്മൾ ഇങ്ങനെ ചുമ്മാ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ രീതിയിലുള്ള വീഡിയോസിനാണ് നമുക്ക് ആ കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സെക്ഷനിൽ കാണിച്ചത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫേസ്ബുക്കിന് തന്നെ സപ്പോർട്ടും കിട്ടും. അതുപോലെ തന്നെ ഈ സപ്പോർട്ടിൽ പിന്നെ നമുക്ക് അവരായിട്ട് ചാറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക, മെയിൽ അയച്ചിട്ട് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഇനി അഥവാ പിന്നെ നമ്മുടെ പിന്നെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ മെയിൽ ID പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവർ മെയിലിൽ നമുക്ക് ഡീറ്റെയിൽസ് അയക്കും. അതുപോലെ തന്നെ നമ്മുടെ ടെൽ എസ് അബൌട്ട് യുവർ ഇഷ്യൂ, നമ്മുടെ ഇഷ്യൂസ് ഇവിടെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആഡ് സ്ക്രീൻഷോട്ട്, ഇതൊക്കെ നേരത്തെ വേറെ പല സ്ഥലങ്ങളിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആഡ് സ്ക്രീൻഷോട്ട് ഇവിടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എന്താണ് അതെടുത്തിട്ട് നമുക്ക് ആ ഇഷ്യൂസ് ഇവിടെ ഡയറക്റ്റ് പിന്നെ ബോധിപ്പിച്ചിട്ട് ഡയറക്റ്റ് ഫേസ്ബുക്ക് എഴുതുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്യൂസ് ഡയറക്റ്റ് ഫേസ്ബുക്കിന് പോകുമായിരിക്കും. ഒന്നെങ്കിൽ മെയിൽ IDയിലായിട്ടായിരിക്കും നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യൽ, അല്ലെങ്കിൽ നമ്മളായിട്ട് ചാറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളായിട്ട് ഇവിടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ പിന്നെ മെസ്സേജ് പിന്നെ അവിടെ അതിൽ ഡയറക്റ്റ് വിളിക്കോ ഇല്ലെന്ന് എനിക്കറിയില്ല, അതിനെ കുറിച്ചിട്ട് അറിയില്ല. അറിയാത്ത നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെറ്റപ്പ് മോണിറ്റൈസേഷൻ. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൊടുക്കും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ പ്രൊഫൈലിൽ പോയിട്ട് സപ്പോർട്ട് എന്നുള്ള ബോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പേ ഔട്ട് ഇഷ്യൂസ് ഇതൊക്കെ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അതപ്പോൾ നമുക്ക് പേ ഔട്ട് ഇഷ്യൂസിൽ ഇവിടെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, ബാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പിന്നെ പേര്, അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം അതിനെ കുറിച്ചിട്ടൊന്നും ഒരു പേടി വേണ്ട. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓർഡർ എസ് പേയ്മെൻറ്റ്, ഇത് കഴിയുമ്പോൾ ഞാനിപ്പോൾ മെറ്റ വെരിഫൈഡ് ബാഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4 മാസത്തോളമായി. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം പിന്നെ എന്തെങ്കിലും വീഡിയോസിന് വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അതാണ് ഇവിടെ കാണിക്കുന്നത്. മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എല്ലാ ഇഷ്യൂസും മൊത്തത്തിൽ ഒറ്റൊരു കോളത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ സപ്പോർട്ട് എന്നുള്ള ഈ ബോക്സിലാണെന്നുള്ളത്. ഇവിടെ പോയി കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് ഇത് പേജിൽ കിട്ടൂല കേട്ടോ. പേജിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കിട്ടൂല, ഡയറക്റ്റ് പ്രൊഫൈലിൽ തന്നെ. എന്തായാലും നിങ്ങൾ ഒരു പേജ് ആക്കുന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ത്രൂ ആയിട്ടായിരിക്കും ആക്കുന്നത്. അപ്പോൾ ആ പ്രൊഫൈലിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ സപ്പോർട്ട് എന്നുള്ള കോളത്തിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഇഷ്യൂസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് അഥവാ പേജിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പേജിൻ്റെ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് എന്നുള്ള ആ കോളം കാണുന്നില്ല, കണ്ട. ഇനി അടിയിൽ നമുക്ക് ഈ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രൊഫൈലിലേക്ക് പോകാൻ വേണ്ടി കാണിക്കുന്നു, കണ്ട. സ്വിച്ച് പ്രൊഫൈൽ, സ്വിച്ച് ടു യുവർ ഷാജിദ് കെസി പ്രൊഫൈൽ ടു വ്യൂ ബിസിനസ് സപ്പോർട്ട്, മനസ്സിലായ? അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും പിടിക്കാനും ചെയ്യാനൊക്കെ പറ്റും. അപ്പം നല്ലൊരു മാർഗ്ഗമാണ്. ഇപ്പം നല്ലൊരു എളുപ്പമായി എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് നോക്കാനും പിടിക്കാനും, അതുപോലെ തന്നെ ഫേസ്ബുക്കിന് റിപ്പോർട്ട് ചെയ്യാനും. അപ്പം എല്ലാവരും ഈ ഒരു കാര്യത്തിൽ, അപ്പോൾ ഈ ഒരു പിന്നെ ടൂൾസ് എല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാവും. അതുപോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ എളുപ്പമായിട്ട് പെട്ടെന്ന് നല്ല രീതിയിൽ ഏണിങ്സ് ഒക്കെ മോണിറ്റൈസേഷനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഏണിങ്സ് സമ്പാദിക്കാൻ എല്ലാവർക്കും നല്ല രീതിയിൽ സപ്പോർട്ടാവുന്ന രീതിയിലാണ് ഫേസ്ബുക്കിൻ്റെ ഇപ്പോൾ നിലവിലുള്ള സെറ്റിങ്സ് ഒക്കെ കാണുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഡൗട്ട് ഒന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.